സുധാമ നേരം വെളുത്തപ്പോഴേ കുളിച്ച് റെഡിയാക്കി എത്തിയല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. നീ പൂക്കടയിൽ പോയി പൂമാല വാങ്ങിച്ച? അതൊക്കെ എന്റെ ഡ്യൂട്ടി അല്ലേ അമ്മേ. അതൊക്കെ ഞാൻ വെളുപ്പിനെ മേടിച്ചു. ആ, നല്ല കാര്യം. അല്ല, കല്യാണ പെണ്ണെവിടെ? അവൾ ഒരുങ്ങ. മുണ്ടയ്ക്കലമ്മ വന്നോ? ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. ഒരു വലിയ ഉത്തരവാദിത്വം എന്റെ തലയിലിരിക്കുമ്പോ ഞാൻ എങ്ങനെ ഉറങ്ങും? എന്ത് ഉത്തരവാദിത്വം? ഈ കല്യാണം അതൊരു വലിയ ഉത്തരവാദിത്വല്ലേ? അത് ശരിയാ. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. തലയ്ക്കൊരു ആശ്വാസം ആവുമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദുസ്വപ്നം കണ്ടു ഞാൻ. എന്ത് ദുസ്വപ്നം? എന്റെ കെട്ടിയോൻ എന്നെ തല്ലാൻ ഓടിക്കുന്നു. ഒരു കവളിമടലാ കയ്യിരിക്കുന്നത്. അയ്യോ. അല്ല രുക്മിണി, രവിപിള്ള വന്നില്ലേ? നിന്റെ ഭർത്താവ് വന്നില്ല. അവനെ പോകാൻ പറ, മോരട്ട് കാള. നീയേ വേഗം ഒരു വക്കീലിനെ കാണ്. എന്നിട്ട് ഡൈവേഴ്സ് ഉടനെ വാങ്ങിക്കുക. അല്ല, പെണ്ണൊരുങ്ങുന്നത് എവിടാ? അവള് മുകളിലുണ്ട്. എടാ ജയാ, നീ ഒരു കാര്യം ചെയ്യ്. നീ ചെന്ന് രാജുവിനെ വിളിച്ചുണർത്താൻ നോക്ക്. മുണ്ടയ്ക്കലമ്മ വാ. രമ്യ, ഈ കല്യാണം നടക്കില്ല. എന്താണ്? കല്യാണം നടക്കില്ലെന്നോ? എന്തോ നാടാ കൊച്ചേ നീ പറയുന്നത്? അമ്മേ, രാജു ഒരു കത്തെടി വെച്ചിട്ട് നാട് വിട്ടുപോയി. കത്ത്. എന്നെ ആരും അന്വേഷിക്കണ്ട, ഞാൻ പോകുന്നു. ഇവരെന്തിനാ എന്റെ പുറകെ വരുന്നേ? സമാധാനം തരില്ല. എന്താ ഞാൻ പോഞ്ഞു കിടക്ക? നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് പിടിച്ച് ഉപദേശിച്ച് നടക്കുകയാണോ? എടാ, ആ രമ്യയുടെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട അളിയനെ പിടികൂടി കല്യാണം കഴിപ്പിക്കാനല്ലേ നീ ഈ കിടന്ന് പരക്കം പായുന്നത്? വിടങ്ങോട്ട്. രമ്യ അളിയനും തമ്മിലുള്ള കല്യാണം നടക്കണമേ, അതെന്റെ ആവശ്യം. നിന്റെ ആവശ്യമൊക്കെ എനിക്ക് മനസ്സിലായി. വൻതുകയായിരിക്കും ആ രമ്യ നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇന്ന് കമ്മീഷൻ പറ്റണേ നിങ്ങൾക്കെന്താ? നിങ്ങളോളം വിഴുകാൻ നിൽക്കല്ലേ മോനെ? എടാ, ആലോചിച്ചു നോക്കിയ ഏത് നിലയ്ക്കും ആ രമ്യേക്കാൾ ഭേദം ആ മന്ത്രിയുടെ മോള. എടാ, അവള് കോടിക്കണക്കിന് സ്വത്തിന് ഉടമയാ. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആ വർമ്മയുടെ സ്വത്ത് മാത്രമല്ല ആ കൊച്ചിനുള്ളത്. ആ സൂര്യമംഗലം കൊട്ടാരത്തിലെ സ്വത്തുക്കളും കൂടി ആ കൊച്ചിനുള്ളതാണ്. സ്വത്തുണ്ടായിട്ടെന്താ? അത് തരാനുള്ള സന്മനസ് കൂടെ വേണ്ടേ? ആ സന്മനസ് രമ്യക്കുണ്ട്. രമ്യ മാങ്ങാത്തോലി തരും. എടാ, ആ പെണ്ണ് ലോക വിളച്ചില് പിടിച്ച പെണ്ണാ. എടാ, നിന്നെ വഞ്ചിച്ചവളാണ് അവള്. എടാ, നീ എന്റെ മകനായതുകൊണ്ടും നീ ചെന്ന് വെട്ടില് വീഴാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നീ രാജുവിന്റെ പിറകെ പോകണ്ട. എടാ, രമ്യ പുതുപ്പണക്കാരിയാ. അയ്യോ, അവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. അവളെ തള്ളയാണെങ്കിലാ കൊള്ളപ്പലിശക്കാരി. വേണ്ട, ഈ കല്യാണം മുടങ്ങിയതിലും രാജുമോ മുങ്ങിയതിലും എനിക്ക് ഒരു സങ്കടവും ഇല്ല. കാരണം രാജു ഋതികമോളെ കല്യാണം കഴിക്കണമെന്നാ എന്റെ ആഗ്രഹം. വല്ലതും കിട്ടിപ്പോണമെങ്കിലേ ആ ധൃതിയുടെ കയ്യിൽ മാത്രമായിരിക്കും. ഇതിപ്പോ ഒരിടത്തുനിന്ന് കിട്ടുന്ന ലക്ഷണം ഇല്ലല്ലോ. പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു അളിയെ. അവൻ നമുക്ക് എല്ലാവർക്കും പണി തന്നിട്ട് മുങ്ങിയില്ലേ? എടാ, തടിയും നാക്കും ഉറങ്ങലും അല്ലാതെ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, സത്യം. എടാ മണ്ട, ആ
ആ രാജു എവിടെ മുങ്ങിയാലും അവൻ ഒടുക്കം ആ മന്ത്രിയുടെ മുമ്പിൽ ചെന്ന് പൊങ്ങും. ആ മന്ത്രിയുടെ അടിമയാ രാജു. അവളെ കെട്ടാനായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചല്ലേ, എന്നിട്ട് കിട്ടിയില്ലല്ലോ. അപ്പ കെട്ടിയില്ലെങ്കിലും അവൻ എപ്പോഴെങ്കിലും കെട്ടുന്നെങ്കിൽ അവൻ അവളെ മാത്രമേ കെട്ടൂ. എന്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാ. ഇവര് കാര്യം അറിയാതെ മണ്ടന്മാരെ പോലെ നിൽക്കുക. അടിയൊഴുക്കുകളൊന്നും ഇവരറിയുന്നില്ലല്ലോ. ദേ വരുന്നു ലോക്കൽ ഗാർഡിയൻ. ഇയാളുടെ തലയിൽ കൂടി എല്ലാം ഓടുന്നെന്ന് തോന്നുന്നു. ശേര, മുഹൂർത്ത സമയമായി. വേണുവേട്ടന്റെ കുടുംബക്കാരെയും കാണുന്നില്ല.